നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ത്രില്ലർ പ്ലസ് മിസ്റ്ററി ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ത്രില്ലർ മിസ്റ്ററി സിനിമകളെല്ലാം. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയിൽ അതെല്ലാം കുറച്ചധികമുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. എന്തായാലും അതിൻ്റെ ഒരു വൺലൈൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ, അങ്ങേർക്കൊരു മകളുണ്ടായിരുന്നു. 5 വർഷം മുന്നേ അവളെ കാണാതായതാണ്. അവൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ അതൊന്നും അറിയില്ല. എന്നാലും ഹീറോ വിചാരിക്കുന്നത്, ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ വിചാരിക്കുന്നത് അവൾ ജീവനോടെ ഉണ്ടെന്നാണ്. ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും നമുക്കും അറിയില്ല, അങ്ങേർക്കും അറിയില്ല. പക്ഷെ ഒരു ദിവസം എല്ലാം കൂടെ മാറി മറിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളായി കെട്ടഴിഞ്ഞ് അങ്ങനെ വീണുകൊണ്ടിരിക്കും. സിനിമ കണ്ട് മുന്നോട്ട് പോകുന്നേരം നമ്മൾക്ക് ത്രില്ല് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാലും സിനിമ കഴിയുന്നതിന് മുന്നേ വില്ലനെ കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും പറ്റിയോ എന്നുള്ളതെല്ലാം കമന്റ് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് 2020 റിലീസ് ചെയ്ത ദ സൈലൻസിങ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ കാട്ടിലെ വലിയൊരു നദി, ആ നദിയിൽ കൂടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അങ്ങനെ ഒലിച്ചു പോവാണ്. അതെവിടെ നിന്നാണ് വരുന്നത്, ആരെങ്കിലും അത് കൊണ്ടിട്ടതാണോ, മരിച്ചതാണോ, കൊന്നതാണോ അതൊന്നും അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന രണ്ടാളുകൾ ആ വലിയ കാട്ടിൽ വേട്ടയാടാനായിട്ട് വന്നിരിക്കുന്നതാണ്. ആ കാടാണെങ്കിൽ ഒരു സംരക്ഷിത വനമാണ്. അവിടെ എങ്ങനെ കയറി വന്ന് വേട്ടയാടാനൊന്നും പറ്റില്ല. അപ്പോഴാണ് അവരുടെ തൊട്ട് പിന്നിന്ന് ഒരാൾ വന്ന് നിങ്ങൾ ഇവിടേക്ക് എന്താടാ ചെയ്യുന്നതെന്നൊരു ചോദ്യം അവർ കേൾക്കുന്നത്. നോക്കുന്നേരം നമ്മുടെ ഹീറോ ആണ് വന്നിരിക്കുന്നത്. അങ്ങേരുടെ പേര് റൈബൺ. ഈ വേട്ടയാടാൻ വന്നിരിക്കുന്ന പയ്യന്മാർക്ക് ഹീറോയെ അറിയാം. അവർ ചോദിക്കും, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നല്ലേ, ഞങ്ങളൊരു മാനിനെ മാത്രം വേട്ടയാടിയിട്ട് ഇവിടുന്ന് പോയിക്കൊള്ളാം. എന്നാൽ അതിനും ഹീറോ സമ്മതിക്കില്ല. കാരണം ഈ കാട് സംരക്ഷിക്കുന്നത്, റേഞ്ചർ ഓഫീസറായിട്ട് ഈ കാടിനെ സംരക്ഷിക്കുന്നത് ഇപ്പൊ ഹീറോയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാളുടെ കയ്യിൽ നിന്നും ഗണ്ണ് വാങ്ങിയിട്ട് പിന്നെ എപ്പോഴേലും എൻ്റെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിയാൽ മതി എന്നും പറഞ്ഞ് കാറിലിട്ട് കാറ് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നേരം കാർ സ്റ്റാർട്ടാവുന്നില്ല. എന്നാൽ വന്ന 2 പയ്യന്മാരും അവരുടെ കാറിൽ പോകാൻ നിൽക്കുന്നേരം എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് അവരോട് ചോദിക്കും. എന്നാൽ അവര് പ്രത്യേക മുദ്രയെല്ലാം കാണിച്ച് ഹീറോയോടൊന്നും പറയാതെ അവിടുന്ന് പോയി കളയും. അങ്ങനെ അവിടെ നിന്ന് നടന്നാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലാണെങ്കിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഹീറോക്ക് സംസാരിക്കാനും കൂടെ എല്ലാമായിട്ട് ആ പട്ടിക്കുട്ടി മാത്രമാണുള്ളത്. ഇതേ സമയം തന്നെ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരി പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ആലീസ് എന്നാണ്. അവൾ കുറേ ദൂരം യാത്ര ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ കാറിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ കാറിനകത്തൊരു കള്ളനുണ്ട്. കള്ളനല്ല, ഒരു പ്രശ്നക്കാരനുണ്ട്. ഏതോ ഒരു വലിയ അടച്ചിട്ട ഫാക്ടറിയിൽ നിന്ന് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയവനാണ് അവൻ. അവൻ ആരാന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്ന പോലീസുകാരി പെണ്ണില്ലേ ആലീസ്, അവളുടെ ആങ്ങളെയാണ് ഈ പ്രശ്നക്കാരൻ. അവനായതുകൊണ്ട് തന്നെ അവനെ നേരിട്ട് ജയിലിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെയാണ് ഇപ്പോൾ പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അവൾ അവനെയും കാറിലിട്ട് കൊണ്ടുപോകുന്ന നേരം അവനോട് ചോദിക്കും, നീ ഇന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചേ? അതിന് അവൻ പറയും, എനിക്കതൊന്നും പറയാൻ പറ്റില്ല, നിന്നെ സംബന്ധിക്കുന്ന വിഷയമല്ലത്. അവൾ പിന്നെയും ചോദിക്കുമ്പോഴാണ് പറയാ, ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു വഴി കൂടെ പോകാൻ നിൽക്കുന്ന നേരം അവൻ ആ വഴി കൂടെ പോകാൻ പറ്റില്ല, മറ്റൊരു വഴി കൂടെ പോകണമെന്നും പറഞ്ഞ് ആ സ്ത്രീയെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. എന്നാൽ ഇത് കണ്ട ആ നാട്ടിലൊരു നേതാവ് സാം ബ്ലഡ് മൂൺ എന്ന് പറയുന്ന മനുഷ്യൻ അവനെ പിടിച്ച് അടിക്കുകയാണ് ചെയ്തത്. ആ അടിയും കൊണ്ടാണ് നെത്തോലി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അവനാണ് ഇതെല്ലാം പറയുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കൈയുടെ എല്ലുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലല്ല, കൈ ഇങ്ങനെ പൊട്ടിക്കില്ല, ശബ്ദം ഉണ്ടാക്കില്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ ആലീസിന് തീരെ ഇഷ്ടമല്ല. നീ അതൊന്ന് നിർത്തിക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ പെട്ടെന്ന് തന്നെ ഈ വഴിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം. കാരണം ദൂരെയായി ഒരു വൈക്കോൽ ഫാം ഉണ്ട്. ആ ഫാമിൽ വെച്ച് അവന് പണ്ട് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴിക്ക് പോകുന്ന നേരം അവൻ അത് കാണുന്ന നേരം ഏതോ ഒരു ട്രോമ സ്റ്റേജിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ വഴി പോകാതെ അവർ വേറെ വഴിക്കാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. ഇതേ സമയം കാട്ടിലെ ചെടികളെ കുറിച്ച് പഠിക്കാൻ ഹീറോയുടെ അടുത്തേക്ക് കുറെ സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. അതെന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ, കാരണം ഹീറോ ആണല്ലോ അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ. അങ്ങനെ കുട്ടികൾക്ക് കാട്ടിലേക്ക് പോകുന്ന നേരം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു കുട്ടി ചോദിക്കുക, എൻ്റെ അച്ഛൻ പറഞ്ഞു എല്ലാവരും വേട്ടയാടിയതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ നിങ്ങൾ ഈ കാട്ടിൽ വെച്ച് വേട്ടയാടിയിട്ടുണ്ടെന്ന്, അത് ശരിയാണോ? അതിന് ഹീറോ പറയും, ശരിയാണ്, ഞാൻ പണ്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഹീറോ പണ്ട് വലിയ വേട്ടക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ കാടിനെല്ലാം സംരക്ഷിക്കുന്ന ഒരു ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറായിട്ട് മാറി. എന്നാൽ ഇവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ തുടക്കത്തിലേ കണ്ടില്ലായിരുന്നു ഒരു പെൺകുട്ടിയുടെ ബോഡി ഒഴുകി വരുന്നത്. ആ ബോഡി പോലീസുകാർ കിട്ടി. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായി വരുന്നത് ആലീസ് ആണ്. അവൾ ആ ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം ആ ബോഡിയുടെ കഴുത്തിൽ എന്തോ ഒരു പാടുണ്ട്, എന്തോ ഒരു മുറിവ് പറ്റിയതിൻ്റെ പാടുണ്ട്. എന്നിട്ട് അവർ ആ കാട്ടിലേക്കും ഇറങ്ങിച്ചെന്ന് നോക്കുന്ന നേരം അവിടെയെല്ലാം ബ്ലഡുകൾ കിടക്കുന്നുണ്ട്. മാത്രമല്ല മരത്തിലെല്ലാം കോരി വരിഞ്ഞതുപോലെ ബ്ലഡിൻ്റെ പാടുകളെല്ലാം കാണാം. അന്നേരമാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ എന്തോ ഒരു അമ്പ് വന്ന് തറച്ചിരിക്കുന്ന പോലെ കാണുന്നത്. ആരോ അമ്പ് ചെയ്തിട്ടാണ് ഈ കുട്ടിയെ കൊല്ലാനായി ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും അവൾ അപ്പം തന്നെ ആ അമ്പെടുത്ത് കളക്ട് ചെയ്യും. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയാൽ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതേ സമയം ആയപ്പോഴേക്ക് കുട്ടികളെല്ലാം ഹീറോയുടെ അടുത്ത് നിന്നും പോയി. അങ്ങനെ ഹീറോ നേരെ അങ്ങാടിയിലേക്കാണ് വരുന്നത്. അങ്ങാടിയിലെല്ലാം ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്, മിസ്സിംഗ് പോസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹീറോയുടെ മകൾ 5 വർഷങ്ങൾക്ക് മുന്നേ കാണാതായി പോയെന്ന്. അവളെക്കുറിച്ച് ഇപ്പോഴും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്നറിയാനായി മിസ്സിംഗ് പോസ്റ്റർ അവിടെ ഇവിടെയെല്ലാം ഹീറോ കൊണ്ടുചെന്ന് ഒട്ടിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഹീറോയുടെ ഭാര്യയും കൂടെ തന്നെ നമ്മൾ നേരത്തെ
ആലീസിന്റെ കൂടെ കണ്ടിരുന്ന പോലീസുകാരനും നിൽക്കുന്നത്. അങ്ങേരാണിപ്പോൾ ഹീറോയുടെ ഭാര്യയുടെ ഭർത്താവ്. അതെന്താന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയുടെ കയ്യിൽ നിന്നാണ് മകൾ മിസ്സായി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഇപ്പോൾ ഹീറോയുടെ കൂടെ ജീവിക്കുന്നില്ല. ഹീറോയെ വിട്ട് ഇപ്പോഴീ പോലീസുകാരന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അവൾ എന്തിനാണ് ഇപ്പോഴിങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് മുന്നേ മകൾ മിസ്സായിട്ടുണ്ടെങ്കിലും അവൾ മരിച്ചിട്ടുണ്ടെന്ന് ഹീറോ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അന്ത്യകർമ്മങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യണമെങ്കിൽ ഹീറോയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സമ്മതം കൂടെ കിട്ടണം, ഒരു ഒപ്പ് കൂടെ കിട്ടണം. അതിനായിട്ടാണ് അവൾ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അവൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും ഹീറോ അത് കൊടുക്കാനായി തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ദേഷ്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ അവളുടെ അന്ത്യകർമ്മം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ പോലീസുകാരി ആലീസ് കാട്ടിൽ നിന്ന് കിട്ടിയ അമ്പില് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് എടുത്തു നോക്കുമ്പോഴാണ് അതിന്റെ മുനമ്പില് എന്തോ ഒരു ക്രിസ്റ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്കൊരു ടോർച്ച് വെച്ച് അടിച്ചു നോക്കുമ്പോഴാണ് അതിനകത്തൊരു ലോക്കറ്റ് ഇരിപ്പുണ്ട്. അതിൽ MB എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ വീട്ടിൽ കിടക്കുന്ന ഹീറോ ടിവിയിൽ നദിക്കരയിൽ വെച്ചൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് കാണും. ഇതുപോലെ എന്ത് ന്യൂസ് കണ്ടാലും അത് മകളാണോ അല്ലേന്ന് ഹീറോക്ക് എങ്ങനെയും ഉറപ്പിച്ചേ പറ്റൂ, അത് മനസ്സിലാക്കിയേ പറ്റൂ. എന്നാൽ കുറച്ച് കഴിയുന്നേരം ആലീസ് അനിയനെ കാണാനായി വീട്ടിലേക്ക് ചെല്ലുന്നേരം അവനാകെ ശോകമൂഖമായിട്ട് അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ ഫോട്ടോ അവന്റെ കയ്യിലേക്ക് വെച്ചുകൊടുക്കും. അവർക്കിപ്പോൾ അച്ഛനും അമ്മയും ഒന്നുമില്ല. അത് കാണുമ്പോഴാണ് അവൻ ഏറെക്കുറെ സമാധാനമാവുക. അവൻ ആ ഫോട്ടോ കണ്ണാടിക്ക് മേലെയായി വെക്കാനായി ചെല്ലുമ്പോഴാണ് അവന്റെ കുപ്പായം ചെറുതായിട്ടൊന്ന് പൊന്തുന്നത്. എന്നാൽ അവിടെ കാണാം വെട്ടും കുത്തുമൊക്കെ ആയിട്ട് കുറെ വരയും കുറിയെല്ലാം. അതെല്ലാം എന്താണ് പറ്റിയെന്നറിയില്ല. അതെല്ലാം അവനോട് ചോദിച്ചാലും അവൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല. എന്നാൽ ആ സമയത്തും അവന്റെ കയ്യിലുണ്ടായിരുന്ന കട്ടകളെല്ലാം പൊട്ടിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് അവന് അവളോട് ചോദിക്കുക, ഏലീസേ, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നീ എൻ്റെ കൂടെ കാണോ? എന്നാൽ അതിനുത്തരം പറയാൻ അവൾക്കാകെ കൂടെ ഒരു മടിയുണ്ട്. അതിനെന്ത് പറയുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഹീറോ അങ്ങോട്ട് എത്തുന്നത്. ന്യൂസിലൊരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. അതെനിക്ക് എൻ്റെ മകളാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ അവൾ പറയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോന്ന്. എന്നാൽ അപ്പം തന്നെ ഹീറോക്ക് പോയേ പറ്റൂ. അങ്ങനെ ഹീറോയും കുട്ടി അവൾ നേരെ മോർച്ചറിയിലേക്ക് കാണിച്ചില്ല. എന്നാൽ ആ ബോഡി കാണുന്ന ഹീറോ പറയും ഇതെൻ്റെ മകളുടെ ബോഡിയല്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന നേരം അവൾ ആ ഡോക്ടറോട് ചോദിക്കും, അങ്ങേരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അങ്ങേര് ഇത് എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? കൂടുതൽ കാര്യങ്ങൾ അങ്ങേരെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ചോദിക്കുക നിങ്ങൾക്ക് മക്കളുണ്ടോന്ന്. അവൾ ഇല്ലാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങേര് ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഈ ഒരു വാക്ക് കേൾക്കുന്ന അവൾക്ക് ഹീറോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെ കുറച്ചെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഹീറോ എന്നും മദ്യപിക്കാനായി പോകുന്ന ബാറിലേക്ക് തൊട്ടു പിന്നാലെ തന്നെ അവളും കയറി ചെല്ലും. നിങ്ങളുടെ മകൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്കൊരു ചാൻസ് തന്നൂടെ? എന്നാൽ ഹീറോ അതിനൊന്നും സമ്മതിക്കില്ല. അവൾ പിന്നെ ചോദിക്കും. നമ്മുടെ ആൾ പറയും ഒരാളെ മിസ്സായി 48 മണിക്കൂർ കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കാനുള്ള ശതമാനം പിന്നെ വെറും 0. അപ്പോഴാണോ 5 വർഷം മുന്നേ കാണാതെ എൻ്റെ മകളെ നീ കണ്ടുപിടിക്കാൻ പോകുന്നത്? അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലെത്തുന്ന ഹീറോ മകള് മരിച്ചു എന്നുള്ള ആ ഫോമിൽ ഒപ്പിടാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒപ്പിടാനായി തോന്നില്ല, മനസ്സ് സമ്മതിക്കില്ല. അപ്പോഴാണ് ഹീറോയുടെ നായക്കുട്ടി മോണിറ്ററിൽ നോക്കി കൊരകൊര. ഹീറോ കാട്ടിലെല്ലാം ഇഷ്ടംപോലെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ ആയതുകൊണ്ട് കാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ പറ്റണമല്ലോ. അതുകൊണ്ട് കാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള മോണിറ്ററിൽ കാണാൻ പറ്റും. ആ മോണിറ്ററിൽ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഹീറോയുടെ നായ കുരച്ചറിയിക്കുകയും ചെയ്യും. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് കാണുക ദേഹത്തെല്ലാം പുല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ഒരു പുല്ലൻ അവിടെ വെച്ചിരുന്ന ക്യാമറ വന്ന് ഇളക്കി പൊട്ടിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗണ്ണും എടുത്ത് ആ ലൊക്കേഷനിലേക്ക് വെച്ച് പിടിക്കും. എന്നാൽ ആ ക്യാമറ തകർന്ന് കിടക്കുന്ന കാണാം. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഉറക്കെ വിളിച്ചു പറയും, എടാ നീ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ആരും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്നൊരു അമ്പ് വരുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ മാറിക്കളഞ്ഞ് ആ ഡയറക്ഷനിലേക്ക് നോക്കി ഷൂട്ടാണ്. ഷോട്ട് ഗണ്ണ് വെച്ച് പൊട്ടിക്കും. എന്നാൽ അവിടെ ആർക്കും അത് കൊള്ളുന്നില്ല. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം ആ പുല്ലിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എവിടെയാണെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ആൾ പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കും. എന്നാൽ അതിലും രക്ഷയില്ല. ഒരു അമ്പ് വന്ന് ഹീറോയുടെ മേലെ കയറും. അത് കൊള്ളുന്നതോടുകൂടെ താടി വീണ് അതിന്റെ കൊമ്പും ഒടിച്ചെടുത്ത് ഹീറോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കും. എന്നാൽ കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അതിന് നേരത്തെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഓടിച്ചെല്ലാന്ന് വിചാരിക്കും. അങ്ങനെ പോകുന്ന വഴിയിലാണ് കാടിന്റെ നടുക്കായിട്ട് ഒരു കറുപ്പ് കാർ കാണുന്നത്. ഇതുപോലൊരു കാർ ഈ കാട്ടിന്റെ നടുക്ക് വരണമെങ്കിൽ അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന കീ വെച്ച് ആ കാറിന്റെ പിന്നിലായിട്ട് ഒരു ഇൻറ്റു മാർക്ക് കോറി വെക്കും. എന്നാൽ ഇനിയും അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാവുന്ന ഹീറോ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെന്ന് നെഞ്ചത്തുണ്ടായിരുന്ന അമ്പ് ഊരിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന മുറിവ് തുന്നിക്കൂട്ടും. എന്നിട്ട് വീണ്ടും മോണിറ്ററിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ആ പുല്ലൻ പിന്നെയും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാണുക. എന്നാൽ പെട്ടെന്നാണ് അതിൽ കൂടെ ഒരു പെൺകുട്ടി ഓടി പോകുന്നത്. ആ പെൺകുട്ടിയെ ഫോളോ ചെയ്തുകൊണ്ട് ആ പുല്ലനും പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും കെട്ടും പാണ്ടങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് വീണ്ടും വെച്ച് പിടിക്കും. എന്നാൽ അവിടെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും ആ പുല്ലനെ കാണുന്നില്ല. ഹീറോ മുന്നിലേക്ക് പോകുമ്പോഴാണ് തൊട്ടു പിന്നീന്ന് അവൻ മെല്ലെ എഴുന്നേറ്റ് കയ്യിൽ ആയുധങ്ങളുമായിട്ട് പോകുന്നത്. എന്നാൽ മുന്നിൽ പോകുന്ന ഹീറോ താഴെ ഉണ്ടായിരുന്ന ഒരു കമ്പിൽ ചവിട്ടുന്നേരം പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു സംശയം. തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേ കടുത്ത അമ്പ് വന്നു. അതിനും മാറി നിന്ന ഹീറോ ബാഗിൽ നിന്ന് ഒരു പെയിന്റ് ബക്കറ്റ് എടുത്ത് മേലേക്ക് എറിഞ്ഞ് അത് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കും. അതിൽ നിന്ന് വരുന്ന പെയിന്റ് ആ പ്രാന്തന്റെ മേലേക്കാണ് വീഴുക. അതുകൊണ്ട് തന്നെ അവനെ ഇനി സ്പോട്ട് ചെയ്യാൻ സിമ്പിളാ. അത് മനസ്സിലാകുന്ന അവനും അവിടെ നിന്ന് ഓടിക്കളയും.
ഹീറോ തൊട്ടു പിന്നാലെ കുറേ ദൂരം ഓടുമെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെ കുറേ ദൂരം പോകുന്ന ഹീറോ നദിക്കരയിലാണ് ചെന്നെത്തുന്നത്. അവിടുന്ന് മുഖമെല്ലാം കഴുകി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് ആ പെൺകുട്ടി വീണ് കിടക്കുന്നത് കാണാം. ചെന്നോക്കും നേരം അവൾക്ക് ബോധമില്ല. അതുകൊണ്ട് തന്നെ അവളെ എടുത്ത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നടക്കാമെന്ന് വിചാരിക്കും. എന്നാൽ വീട്ടിലേക്ക് ഇവിടെ നിന്നും കുറേ ദൂരം പോകാനുണ്ട്. എന്തായാലും ഇനി അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഹീറോ അവളെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടക്കും. ഇതേ സമയം പോലീസുകാരി ആലീസ് നാട്ടിലെ മെയിൻ അമ്പ് വില്ല് ആയുധ കച്ചവടക്കാരന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ അമ്പ് കൊടുത്തിട്ട് ഇത് എന്ത് ആയുധമാണെന്ന് മനസ്സിലാക്കാനാണ് ചെല്ലുന്നത്. എന്നാൽ ആ അമ്പ് കാണുമ്പോൾ തന്നെ അങ്ങേര് പറയും, ഇത് നമ്മൾ കണ്ട ആയുധങ്ങളൊന്നുമല്ല, ഇത് കുറച്ച് പഴക്കം ചെന്ന ആയുധ രീതിയാണ്. ഇതിന്റെ പേര് അറ്റ്ലാറ്റിൻ എന്നാണ്. ഇത് അമ്പും വില്ലും പോലെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. എന്നിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കും. ഒരു കമ്പിന് താഴത്തായിട്ട് അടിയിലായിട്ട് ആ അമ്പ് വെച്ച് അവർ ഒറ്റ ഏറ് കൊടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇമാതിരി ആയുധങ്ങളൊക്കെ എവിടെ വെച്ചാണ് കിട്ടാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഒഫീഷ്യൽ സ്റ്റോർസിലൊന്നും എവിടെ പോയാലും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന ഒരുത്തന്നെ എനിക്കറിയാം, അവന്റെ പേരാണ് സാം ബ്ലഡ് മൂൺ. ഈ സാം ബ്ലഡ് മൂൺ ആണ് നേരത്തെ അവളുടെ അനിയൻ ഇട്ട് 4 പെട കൊടുത്തിരുന്നത്. എന്നാൽ അവന്റെ ലൊക്കേഷനിലേക്ക് പോകുന്ന നേരം നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അവളോട് പറയും. അതിന് അവൾ ചോദിക്കും, ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ നീ പറയുന്നത്, അല്ലെങ്കിൽ ഞാനൊരു പോലീസ് ആയതുകൊണ്ടാണോ? നീ രണ്ടും ശ്രദ്ധിക്കണം എന്നാണ് അവൻ പറയാ. എന്തായാലും ഇവിടെ ഹീറോ ആ പെൺകുട്ടിയായിട്ട് നടന്ന് രാത്രിയായി. ഇപ്പൊ തണുപ്പ് കുറച്ച് കൂടി വന്നിട്ടുണ്ട്. ഈ തണുപ്പത്ത് തന്നെ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിച്ച ആ പെൺകുട്ടി തണുപ്പ് കൊണ്ട് മരിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്തേ പറ്റൂ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹീറോ പണ്ട് വലിയ വേട്ടക്കാരനായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ കാട്ടിൽ അവിടെ ഇവിടെയെല്ലാം ഹീറോ ഇഷ്ടം പോലെ ബങ്കറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ടായിരുന്ന ഒരു ബങ്കർ ഹീറോ പെൺകുട്ടിയെ താഴെ വെച്ച് അവിടെയെല്ലാം തെരഞ്ഞു കണ്ടുപിടിക്കും. അങ്ങനെ അത് വലിച്ചു തുറന്ന് പെൺകുട്ടിയെ തിരിച്ചെടുക്കാൻ വരുന്ന നേരം അവളെ എവിടെ കാണുന്നില്ല. ഈ നേരം കൊണ്ട് അവൾ ഇത് ആരെടുത്തോണ്ട് പോയിന്ന് ഹീറോ ചിന്തിക്കുമ്പോഴാണ് തൊട്ട് പിന്നിന്ന് ഒരു പലക വെച്ച് വടി വെച്ച് ഹീറോക്ക് അടികൊള്ളുക. നോക്കുന്നേരം ആ പെൺകുട്ടിയാണ് അടിയുന്നത്. അവൾ വിചാരിച്ചിരിക്കുന്നത് ഹീറോയാണ് അവളെ തട്ടിക്കൊണ്ടുപോയെന്നാണ്. എന്നാൽ നമ്മുടെ ആൾ അവളോട് പറഞ്ഞ കാര്യം മനസ്സിലാക്കും. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്ന ആളല്ല, ഞാൻ നിന്നെ രക്ഷിക്കാനായി വന്ന ആളാണ്. അങ്ങനെ അവളെ പറഞ്ഞ കാര്യം മനസ്സിലാക്കും. നിനക്ക് തണുപ്പ് കൊണ്ടൊന്നും പറ്റണ്ടെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ആ ബങ്കറിലേക്ക് ഇറങ്ങിയേ പറ്റൂന്ന് അവളോട് പറയും. അങ്ങനെ അവളാകെ സംശയത്തിൽ മെല്ലെ മെല്ലെ ബങ്കറിലേക്ക് ഇറങ്ങി ചെല്ലും. എന്നാൽ തൊട്ടു പിന്നാലെ താഴേക്ക് ഇറങ്ങുന്ന ഹീറോക്ക് ആകെ കൂടെ തലമിന്നലും തലചുറ്റലും എല്ലാം കൂടെ വരുന്നുണ്ട്. കാരണം മദ്യം കഴിച്ചില്ലെങ്കിൽ ഹീറോക്ക് ഇതെല്ലാം പതിവാണ്. അങ്ങനെ അവളോട് മകളെക്കുറിച്ചും ഭാര്യ വിട്ടുപോയതിനെ കുറിച്ചും എല്ലാം ആദ്യം സംസാരിച്ചിട്ടാണ് നിന്റെ പേരെന്താന്ന് ചോദിക്കുക. അതിന് അവളൊന്നും മിണ്ടില്ല. വീണ്ടും വീണ്ടും ചോദിക്കുന്ന നേരം അവൾ താഴെ എഴുതി കാണിക്കും, മോളി. പോലീസുകാരി ആലീസ് ആണെങ്കിൽ ആ സാം ബ്ലഡ് മൂണിനെയും തെരഞ്ഞ് അവന്റെ ലൊക്കേഷനിലേക്കാണ് ചെല്ലുക. ഒരു വലിയ ബിൽഡിംഗ്, അതിനകത്തേ കയറി ചെല്ലുന്ന നേരം ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവളെ കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധം പറയും, മോളെ നിന്റെ നെഞ്ചത്തുള്ള ബാഡ്ജിനൊന്നും ഇവിടെ വലിയ വിലയൊന്നും ഇല്ലാട്ടോ. എന്നാലും അവള് പേടിക്കാതെ അവിടെ നിന്ന് സാം ബ്ലഡ് മൂണിനെ കുറിച്ച് ചോദിക്കും. എന്നാൽ അപ്പോഴാണ് അറിയാ അങ്ങേര് ഇവിടെ നിന്നും എങ്ങോട്ടോ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതെങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുന്ന നേരം അവർക്കാർക്കും അറിയില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. ഞങ്ങൾ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴും അങ്ങേർക്ക് കുലുക്കൊന്നുമില്ല. അങ്ങനെ അവളാകെ കൂടെ ശോകമൂകയായി തിരിച്ച് കാറിൽ വന്നിരിക്കുന്ന നേരാണ് ഒരു പെണ്ണ് വന്ന് അവളോട് പറയാ, സാം ബ്ലഡ് മൂൺ അവന്റെ വില്ലേജിലുള്ള വീട്ടിലാണ് കാണുക. അങ്ങനെ അവൾ അപ്പം തന്നെ അവന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. എന്നാൽ അവിടെ ചെന്നെത്തുന്ന നേരം അവിടെ ഒരു മനുഷ്യൻ പോലുമില്ല. ആ വാതിൽ മുട്ടി മുട്ടി അവസാനം അവൾ മെല്ലെ തുറന്ന് അകത്തേക്ക് ചെല്ലും. എന്നാൽ അകത്തും ആരെയും കാണുന്നില്ല. അവൾ മെല്ലെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോഴാണ് അവിടെയെല്ലാം അറ്റ്ലാറ്റിൽ എന്ന ആയുധങ്ങളെല്ലാം കിടക്കുന്നത് കാണാം. ഇഷ്ടംപോലെ അവിടെയെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അകത്തേക്ക് ആരോ കയറി വരുന്നൊരു ശബ്ദം. അവൾ പെട്ടെന്ന് തന്നെ തൊട്ട് സൈഡിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചു നിൽക്കും. ആ ആളാണെങ്കിൽ നേരെ ബേസ്മെന്റിലേക്കാണ് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ഗണ്ണ് വെച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുക അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ ഈ ലൊക്കേഷനിലേക്ക് വന്നത് കണ്ട് അതെന്തിനാണെന്നറിയാൻ അങ്ങേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. എന്തായാലും അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരം അവൾ അവനോട് പറയും, എനിക്ക് ഇങ്ങേരെ നല്ല സംശയമുണ്ട്. കാരണം ആ അമ്പിൽ കണ്ടിരുന്ന പേര് ആ ലോക്കറ്റിൽ കണ്ടിരുന്നത് MB എന്നാണ്. ഇദ്ദേഹത്തിന്റെ പേരാണെങ്കിൽ സാം മൂൺ ബ്ലഡ്. സാം ബ്ലഡ് മൂൺ എന്നല്ല, മൂൺ ബ്ലഡ് എന്നാണ്. ആ വാക്കിൽ തന്നെയുണ്ട് MB. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങേര് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങേര് തന്നെ ആയിരിക്കില്ല എന്ന് ചോദിക്കുന്ന നേരം ആ പോലീസുകാരൻ പറയും, നിന്റെ അനിയന്റെ കയ്യിലും ഇല്ലേ ഇതുപോലെ തന്നെ ഒരു ആയുധം? ശരിയാണ്, അവളുടെ അനിയന്റെ കയ്യിലും ഇതുപോലെ തന്നെ ഒരു ആയുധമുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസുകാരൻ അങ്ങനെ ചോദിച്ചത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. അവൾ അതിനെന്തൊക്കെയോ പറഞ്ഞാണ് കാറിൽ വന്ന് കയറുക. ഇവിടെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഹീറോ ആ പെൺകുട്ടിയെ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. എന്നാൽ കുറച്ച് ദൂരം പോകുന്ന നേരം ഹീറോക്ക് ആകെ കൂടെ ഒരു ക്ഷീണം തോന്നും. കാരണം മദ്യം കുടിച്ചിട്ടില്ല. ഇനി വിസ്കി കുടിക്കാതെ ഒരടി എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് അങ്ങനെ താഴെ വന്നിരിക്കുക. അന്നേരം ആ പെൺകുട്ടിയോട് പറയും, നീ തിരികെ വീട്ടിലെത്തിയാൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ? എന്നാൽ അത് കേൾക്കുന്ന അവളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. ഹീറോ ചോദിക്കും, മോളെ നിനക്ക് എൻ്റെ മകളെ അറിയോ? എന്നിട്ട് അവളുടെ ഫോട്ടോ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന മിസ്സിംഗ് പോസ്റ്ററിലുണ്ടായിരുന്ന അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും.
എന്നാൽ അത് കാണുമ്പോഴും അവൾക്കും അറിയില്ല ഹീറോയുടെ മകളെ. എന്നാൽ ഇതേ സമയത്താണ് പോലീസുകാരി ആലീസിന്റെ വാക്കി ടോക്കിയിലേക്ക് മറ്റൊരു പോലീസുകാരൻ വിളിച്ചു പറയുന്നത് ഹീറോ കാട്ടിലേക്ക് ഷോട്ട് ഗണ്ണായി പോയത് കുറച്ച് ആളുകൾ കണ്ടുവെന്ന്. അത് ഞാൻ പോയി അന്വേഷിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന നേരം അവള് പറയും ഇല്ല വേണ്ട, ഞാൻ ആയിക്കോളാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ സന്ധ്യയാകുമ്പോഴാണ് ഹീറോ മോളിക്കുട്ടിയായിട്ട് തിരികെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി അവളെ അവിടെ ഇരുത്തി നിനക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ആരോ നിൽക്കുന്ന പോലെ തോന്നുക. എന്നാൽ വിചാരിച്ച ശരിയായിരുന്നു, ആ പുല്ലൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കത്തിയെടുത്ത് ഹീറോയെ ആഞ്ഞു കുത്താനായി ശ്രമിക്കും. നമ്മുടെ ആളാണെങ്കിൽ ഒന്നും കുടിക്കാത്തതുകൊണ്ട് വെള്ളം കുടിച്ചിട്ടില്ല, മദ്യം കുടിച്ചിട്ടില്ല, അതുകൊണ്ട് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാലും കഴിയും പോലെ ആകെ കൂടി ഇടിച്ച് തള്ളിയിടാൻ നോക്കെങ്കിലും അവൻ എടുത്ത് ഹീറോയെ താഴെ മലത്തിയിടിക്കും. പെട്ടെന്നാണ് തൊട്ട് പിന്നെന്ന് ഹീറോയുടെ ഷോട്ട് ഗൺ എടുത്ത് മോളി ആ പുല്ലനെ നോക്കി ഷൂട്ട് ചെയ്യുക. എന്നാൽ അവൾ കുന്നല്ലാത്തതുകൊണ്ട് അവന്റെ മേലൊന്നും കൊള്ളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് പോവുക. എന്നാൽ അവൻ ആ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തട്ടി മാറ്റി അവന്റെ കയ്യിൽ അമ്പ് വെച്ച് അവളുടെ വയറ്റിനിട്ട് ഒരു ഒറ്റ കുത്താണ്. എന്നാൽ ഈ സമയത്താണ് ഹീറോയെ തെരഞ്ഞോണ്ട് ആലീസ് അങ്ങോട്ട് വരുന്നത്. ഹീറോയുടെ വാതിലിലും മുട്ടിയിട്ട് നിങ്ങൾ കാട്ടിലേക്ക് ഗണ്ണായി പോകുന്ന എല്ലാവരും കണ്ടു എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നാൽ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വരും. അപ്പോഴാണ് കാണുക മോളിക്കൊച്ച് മരിച്ചു കിടക്കുന്നത്. എന്നാൽ ഉള്ളിലേക്ക് കയറി വന്ന ആലീസിന്റെ ശബ്ദം കേൾക്കുന്ന ഹീറോ വിചാരിക്കുന്നത് അത് പുല്ലനാന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഷോട്ട് ഗണ്ണായിട്ട് പുറത്തേക്ക് ഓടി വരുന്ന നേരം മുന്നിൽ തന്നെ ആലീസിനെയാണ് കാണുക. എന്നാൽ അവൾ വിചാരിക്കുക ഹീറോയാണ് ഈ കൊച്ചിനെ കൊന്നേന്ന്. അവൾ ഗണ്ണെടുത്ത് ഹീറോയുടെ നേർക്ക് എയിം ചെയ്യും. നമ്മുടെ ആൾ പറയും ഞാനല്ല ഒന്നും ചെയ്ത, നിന്റെ പിന്നിൽ ആരുമുണ്ട് തിരിഞ്ഞു നോക്കെന്ന് പറയുമ്പോൾ തൊട്ട് പിന്നിൽ ആ പുല്ലന് നിൽക്കുന്നുണ്ട്. അവര് രണ്ടുപേരും കൂടെ അവനെ എയിം ചെയ്ത് നിൽക്കുന്ന നേരം അവനിനി വേറെ വഴിയൊന്നുമില്ല, കീഴ്പ്പെട്ടേ പറ്റൂ, കീഴ്പ്പെട്ടില്ലെങ്കിൽ അവൻ മരിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ താഴെ ഇരിക്കാൻ നേരം അവനുണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കട്ടകളെല്ലാം കട്ടകളെല്ലാം ടക്ക് ടക്ക് എന്ന് പൊട്ടിക്കുന്നു. ആ ശബ്ദം കേൾക്കുന്ന ആലീസിന് മനസ്സിലായി തൊട്ട് മുന്നിൽ നിൽക്കുന്ന അനിയനാണെന്ന്. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ഹീറോയെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അനിയനെ നോക്കി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറയും. അങ്ങനെ തിരിഞ്ഞ് ഹീറോയെ നോക്കുന്ന നേരം ഹീറോയെ അവിടെ കാണുന്നില്ല. എന്നാൽ ഹീറോയെ അങ്ങനെ വിടുന്നത് ശരിയില്ലല്ലോ, ഷൂട്ട് ചെയ്ത് കൊന്നില്ലെങ്കിൽ ആള് പുറത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കില്ലേ. എന്നാൽ അതെല്ലാം സോൾവ് ചെയ്യാനായി ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായി അവൾ നമ്മുടെ ആളെയും തെരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. എന്നാൽ എത്രയൊക്കെ ഹീറോയെ തെരഞ്ഞിട്ടും അവിടെ എവിടെയും കാണുന്നില്ല. അനിയനെ ആണെങ്കിലും അവിടെ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റോർ റൂമിൽ ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുക. അവൾ അങ്ങോട്ട് ചെല്ലും. എന്നാൽ താഴെ ഹീറോ വെച്ചിരുന്നൊരു ട്രാപ്പ് അവൾ കണ്ടില്ല. അതിൽ അവളുടെ കാല് കുടുങ്ങിപ്പോകും. അവൾ ആർത്ത് വിളിക്കും. എന്നാൽ ഇതേ സമയം ഹീറോ അവളുടെ കാറിൽ കയറി പോലീസ് കാറിൽ കയറി വാക്കി ടോക്കിയിൽ ആംബുലൻസിനെ കോൺടാക്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ ആംബുലൻസുമായി എന്റെ വീടിന്റെ അടുത്തേക്ക് വരണം, ഇവിടെ ഒരു പെൺകുട്ടി മരിക്കാനായി കിടക്കുന്നുണ്ടെന്ന് പറയും. അതാരെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മോളിയാണ്. മോളിക്കുട്ടി ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല, പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ കൊണ്ടുപോയാൽ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയെന്ന് വരാം. എന്തായാലും അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് ഭാര്യയുടെ വീട്ടിലേക്കാണ്. ഭാര്യ ഇപ്പൊ പുതിയൊരു ഭർത്താവായിട്ടാണ് ആ പോലീസുകാരന്റെ കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവളുടെ അടുത്തേക്ക് പോയാലേ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റൂ. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊന്നും ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെ അവളുടെ അടുത്ത് കാർ ഓടിച്ചെത്തി കാര്യങ്ങളെല്ലാം പറയുന്ന നേരം അവൾ പറയും എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ. അതിന് ഹീറോ പറയും ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല, അവരെല്ലാവരും എന്നെയും തിരഞ്ഞാണ് നടക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഭാര്യയുടെ ഭർത്താവ് പോലീസുകാരൻ ഏതോ ഒരു ഡോക്ടറെയും വിളിച്ചിട്ട് ഹീറോയും കൊണ്ട് നേരെ അങ്ങേരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്, മറ്റൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് ഭാര്യയോട് പറയും നീ നന്നായി ജീവിക്കണം, നിന്നെ കെട്ടിയ മനുഷ്യനൊരു നല്ല മനുഷ്യനാണ്. എന്നാൽ ആ പോലീസുകാരൻ പറയും നീ മരിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടല്ലേ ഇതെല്ലാം പറയുന്നത്, നീ മരിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാൽ ഇതേ സമയമായപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും ഹീറോയുടെ വീട്ടിലെത്തി. അവിടെയാണെങ്കിൽ നമ്മുടെ ആലീസ് പോലീസുകാരിയാണല്ലോ ഉള്ളത്. അവളാണെങ്കിൽ ഹീറോയെ കുറിച്ചാണ്, ഹീറോയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് പറയാ. എന്നാൽ ഇവിടെ ഹീറോയെയും കൊണ്ട് ഏതോ ഒരു പറമ്പിലേക്കാണ് പോലീസുകാരൻ പോകുന്നത്. അവിടേക്ക് ഒരു ഡോക്ടർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെയും ഹീറോയെയും ഏതോ ഒരു വേനലേക്ക് കയറ്റി അവിടെ നിന്നാണ് ചികിത്സയെല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ ഡോക്ടറെ അവർക്ക് പരിചയമില്ലാത്ത ഡോക്ടറൊന്നുമല്ല, കൊല്ലപ്പെട്ടു പോയ കുട്ടികളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇങ്ങേരാണ്. എന്തായാലും ഇങ്ങേര് വന്ന് ഹീറോയുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് പോകുന്ന കാണുമ്പോൾ പറയും ഇത് ഇവിടെ വെച്ചൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഭാര്യ പറയും നിങ്ങൾക്ക് കഴിയാവുന്ന എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ്, ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അങ്ങേരുടെ പരിപാടി തുടങ്ങും. അന്നേരം ഭാര്യയുടെ പുതിയ ഭർത്താവ് ആ പോലീസുകാരൻ വാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ആലീസിന്റെ അനിയനുണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഫാക്ടറിയിലേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ അവനാണ് ഇതിന്റെ എല്ലാം പിന്നെ കളിച്ചതെന്ന് ഹീറോ അങ്ങേരോട് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങേര് പോലീസ് ഫോഴ്സിനോട് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അവനെയും ഫോളോ ചെയ്ത് ആ വലിയൊരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെല്ലും. എടാ മോനെ അവിടെ നിൽക്കെന്ന് പറയുമ്പോഴേക്ക് അവൻ എഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടാണ്. അവന്റെ പിന്നാലെ ഫോളോ ചെയ്ത് ഓടിച്ചെല്ലെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ അവിടെ ഇവിടെ കുളിച്ചു നിന്ന് തിരിച്ച് പുറത്തേക്ക് തന്നെ ഓടി വരും. എന്നാൽ തൊട്ടു മുന്നിൽ തന്നെ ഒരു പട പോലീസുകാരുണ്ട്. വേറെ ഒരു വഴിയില്ലാതെ അവൻ നേരെ കയറി ചെല്ലുന്നത് ഹീറോ കിടക്കുന്ന ആ വാനിലേക്കാണ്. അവൻ അങ്ങോട്ട് കയറി ചെന്ന് ആ ഡോക്ടറെ കഴുത്തിൽ കത്തിവെക്കും. ഒരടി മുന്നിലേക്ക് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൊന്നു കളയുന്നവൻ പറയുന്നോണ്ട് തന്നെ പോലീസുകാർക്ക് ആർക്കും അവന്റെ അടുത്തേക്ക് അനങ്ങാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല. എന്നാൽ ഡോക്ടറുടെ കഴുത്തിൽ നിന്ന് അവന്റെ കൈ ഒരു സെക്കൻഡ് പുറത്തേക്ക് നീങ്ങുന്ന നേരം നോക്കി ഹീറോ അവന്റെ കൈ പിടിച്ചു വെക്കും. അപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും കൂടെ ചാടി വീണ് അവനെ പിടിക്കും. എന്നാൽ ഇവിടെ അനിയൻ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം ആലീസ് ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ കാലിന് മുറിവിന് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന നേരം കേൾക്കും. വേഗം തന്നെ അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവനെ പോലീസുകാർ സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയത്, അവന്റെ മേലെ ആകെ മുറിവും ചതവും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ചികിത്സിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ.
എന്നാൽ അവനെ തെരഞ്ഞ് അവൾ അങ്ങോട്ട് ചെല്ലുന്ന നേരം, ആലീസ് അങ്ങോട്ട് ചെല്ലുന്ന നേരം നമ്മുടെ പോലീസുകാരൻ പറയും നിനക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന്. എന്നാൽ അവൾ പറയും ഞാനാണ് പറയുന്നത്, എനിക്ക് അകത്തേക്ക് കയറിയേ പറ്റൂ, അത് എൻ്റെ അനിയനാണ്. എന്നാൽ അങ്ങേര് പറയും അത് ആരുടെയും അനിയനായിക്കോട്ടെ, നിനക്ക് എന്തായാലും അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവൻ എന്തായാലും ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ അവന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞാൽ പോലീസുകാരെല്ലാവരും കൂടെ അവനെയും കൊണ്ട് അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം കാണാനായി പോവാണ്. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് ആ വൈക്കോൽ ഫാമിലേക്കാണ്. അതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴാണ് കാണുക അവിടെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന നിലയിൽ സാം മൂൺ ബ്ലഡ്. അവൻ ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടോ പോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അവനാണ് ഈ കൊലകളെല്ലാം ചെയ്യുന്നതെന്നാണ് എല്ലാവരും ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആലീസിന്റെ അനിയൻ ഏതോ ഒരു സ്ത്രീയെ വഴിയിൽ ബ്ലോക്ക് ആക്കിയത് കൊണ്ട് സാം മൂൺ ബ്ലഡ് അവനെ വന്ന് അടിച്ചോന്ന്. അതിന്റെ ദേഷ്യത്തിൽ അന്ന് തന്നെ അങ്ങേരെ അടിച്ചൊതുക്കി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുക. എന്നാൽ അവൻ ആ കൊലപാതകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാരെല്ലാവരും അന്വേഷിച്ച് നോക്കുന്നേരം അവൻ ആ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിപ്പോൾ ആകെ കൂടെ പോലീസുകാരും ആലീസും എല്ലാം കുഴഞ്ഞിരിക്കുക. അവൾ അങ്ങനെയാണെങ്കിൽ അന്ന് ആരെയായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക? ആ പുല്ല് വസ്ത്രത്തിൽ ആരായിരിക്കാം അങ്ങോട്ട് വന്നിരിക്കുന്നത്? അതൊന്നും അവൾക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവിടെ ഹീറോയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഹീറോ രക്ഷപ്പെട്ടു. ഹീറോ ഡോക്ടറോട് നന്ദി പറയുന്ന നേരം ഡോക്ടർ പറയും ഞാൻ നിങ്ങളോടല്ലേ നന്ദി പറയണ്ടേ, നിങ്ങളും എന്നെ രക്ഷിച്ചില്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആൾ നേരെ തിരിച്ച് വീട്ടിലെത്തും. അവിടെയാണെങ്കിൽ ഒരു സംഘടന നടന്നു കഴിഞ്ഞതുകൊണ്ട് തന്നെ ആകെ നാശകോശമായിട്ട് കിടക്കുകയാണല്ലോ. അതെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കും. എന്നാൽ ആലീസ് ഹീറോയെ ഷൂട്ട് ചെയ്തിട്ടും അവൾക്കെതിരെ കേസൊന്നും കൊടുത്തിട്ടില്ല. അത് അവൾ ഷൂട്ട് ചെയ്തല്ല, അതിന്റെ ഇടയിൽ ഷോട്ട് കൊണ്ടുപോയതാണെന്നാണ് ഹീറോ പറയുന്നത്. എന്തായാലും നമ്മുടെ പോലീസുകാർ സാം മൂൺ ബ്ലഡിനെ ചോദ്യം ചെയ്യാനായി വരികയാണ്. കാരണം അവനാണല്ലോ ഈ നാട്ടിൽ ഇതുപോലെ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കി വിൽക്കുന്നയാള്. അവനോട് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നീ ആർക്കൊക്കെ ഇതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കി വിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് അവനോട് ചോദിക്കുന്ന നേരം അവൻ പറയും ഞാൻ ആരുടെയും പേരും ചോദിക്കാറില്ല, അഡ്രസ്സും വാങ്ങി വെക്കാറില്ല, എനിക്ക് അവരുടെ മുഖം മാത്രം ഓർമ്മയുണ്ട്. നിങ്ങൾ സംശയമുള്ള ആളുകളുടെ മുഖം എനിക്ക് കാണിച്ചതാ, എനിക്കറിയുന്ന ആളാണെങ്കിൽ ഞാൻ അതാന്ന് പറഞ്ഞുതരാം. എന്നാൽ അപ്പോഴാണ് അവൾ കയ്യിലുണ്ടായിരുന്ന ആ അമ്പില്ലായിരുന്നോ, കാട്ടിൽ നിന്ന് കിട്ടിയ ഒടിഞ്ഞ അമ്പ്, അത് അങ്ങയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. മൂൺ ബ്ലഡ് അത് നോക്കിയിട്ട് പറയും ഇത് പൈൻ മരം വെച്ചുണ്ടാക്കിയതാണ്, ഞാൻ ബെർച്ച് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഇതൊരിക്കലും ഞാൻ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാനും പറ്റില്ല. ഇതേ സമയത്ത് ഹീറോ വീട്ടിലുണ്ടായിരുന്ന മദ്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കാണ്. മദ്യം കഴിക്കുന്ന കാര്യം കുറച്ച് അധികം ആയതുകൊണ്ട് തന്നെ മദ്യമില്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഹീറോ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഷെൽഫിൽ വെച്ചിരുന്ന ഒരു പ്രത്യേക മദ്യം കാണുന്ന നേരം ഹീറോയുടെ ഓർമ്മ പഴയ കാലത്തേക്ക് പോകും. അന്ന് മകൾ എങ്ങനെയായിരുന്നു മിസ്സായതെന്നാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഹീറോ ജോലിയും കഴിഞ്ഞ് മകളെയായിട്ട് നേരെ വീട്ടിലേക്ക് പോവായിരുന്നു. അങ്ങനെ കാറിൽ പോകുന്ന വഴിക്കാണ് ഹീറോ മദ്യം വാങ്ങാനായി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിലേക്ക് ചെല്ലുന്നത്. മകളാണെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്നാലും ഹീറോ വാങ്ങാനായിട്ട് ചെല്ലും. അങ്ങനെ ആ കടയിൽ വെച്ച് ആ മദ്യവും വാങ്ങി ഹീറോ തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാറിൽ മകളെ കാണുന്നില്ല. അവിടെ എല്ലാം തെരഞ്ഞു നോക്കി, എന്നാൽ അവിടെ എവിടെയും മകളെ കാണുന്നില്ല. അങ്ങനെ അന്ന് മുഴുവനും ഹീറോ കാറുമായിട്ട് ആ സിറ്റിയിൽ തെണ്ടി തിരിഞ്ഞു. എന്നാൽ മകളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അപ്പോഴാണ് ഹീറോക്ക് മനസ്സിലായത്. അതേ സമയത്താണ് ഹോസ്പിറ്റലിലേക്ക് ആലീസ് വരുന്നത്, പോലീസ് ലേഡി ആലീസ് വരുന്നത്. അവൾ മോളിയെ കാണാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. മോളി ഹീറോയുടെ വീട്ടിൽ നിന്ന് കൊത്തുകൊണ്ടതിന് ശേഷം ഹീറോ ആംബുലൻസ് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, അങ്ങനെയാണ് അവളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയത്. എന്നാലും വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്, ജീവിക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആലീസ് അവളുടെ കഴുത്തിലും ഒരു പാട് കാണും, മുറിവ് പറ്റിയ ഒരു പാട് കാണും. ഇതേപോലെയുള്ള അടയാളം അവൾ ആദ്യം കണ്ടത് ആദ്യം കൊല്ലപ്പെട്ട കുട്ടിയുടെ കഴുത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കൊല്ലപ്പെട്ട കുട്ടിയുടെ കൊലപാതക കേസും ഈ കേസും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിൽ മദ്യം കുടിയെല്ലാം നിർത്തിയത് കൊണ്ട് തന്നെ ബാറിലെല്ലാം ചെന്ന് കൊടുക്കാനുള്ള കാശെല്ലാം കൊടുത്ത് തീർക്കാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന നേരം അവരെല്ലാം ചോദിക്കും എന്താ നിനക്ക് മദ്യമൊന്നും വേണ്ടേ? ഇല്ല, ഞാൻ കടം തീർക്കാൻ വന്നാന്ന് പറഞ്ഞാണ് ഹീറോ അതെല്ലാം കൊടുത്തു തീർക്കുക. അങ്ങനെ കാറിൽ കയറാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അന്ന് കാട്ടി വെച്ച് ഹീറോ കണ്ടിരുന്ന ഒരു കാറിലായിരുന്നു ബ്ലാക്ക് കാറ്. അതിൽ ഹീറോ ഒരു മാർക്ക് കോരി വെച്ചിരുന്നു. അതേ കാർ അതുവഴിക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അതിന്റെ തൊട്ടു പിന്നാലെ വെച്ച് പിടിക്കും. കുറച്ച് അകലേക്ക് പോകുന്ന നേരം ആ കാറിലുണ്ടായിരുന്ന മനുഷ്യൻ കാറും പാർക്ക് ചെയ്ത് കുറച്ച് അപ്പുറത്തേക്ക് പോകുന്ന നേരം ഹീറോ ആ കാറിൽ ചെന്ന് ആ പാടുണ്ടോ എന്ന് നോക്കും. എന്നാൽ ആ പാട് അവിടെ കാണില്ല. അപ്പോഴാണ് ആ കാറിന്റെ ഓണർ വന്ന് ഹേയ് നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുക. ഹേയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ തിരികെ വന്ന് കാറിൽ കയറും. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതേപോലെയുള്ള മറ്റൊരു കാറ് അതുവഴിക്ക് പോകുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ ആ കാറിന്റെ പിന്നാലെയും വെച്ച് പിടിക്കും. കുറേ ദൂരം യാത്ര ചെയ്ത് ആ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യും. അതിന്റെ തൊട്ടു പിന്നിൽ ഹീറോ ചെന്ന് നോക്കുന്ന നേരം കോറി വെച്ച പാട് അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ കാണുന്നുണ്ട്. ആ കാറിലാണ് കൊലയാളി അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ കാറിൽ നിന്നും വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങേർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ അങ്ങേര് കാണുന്ന നേരം ഹീറോ അങ്ങേരോട് ചോദിക്കും നിങ്ങളുടെ മകൻ ഇവിടെയാണോ താമസിക്കുന്നത്? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറയുന്ന നേരം ഹീറോ പറയും കഴിഞ്ഞ ആഴ്ച എന്റെ വണ്ടി നിന്ന് പോയപ്പോൾ ഈ കാറും കൊണ്ടുവന്ന ഒരാളായിരുന്നു എന്നെ സഹായിച്ചിരുന്നത്, ഞാൻ താങ്ക്സ് പറയാനായി വന്നായിരുന്നു, നിങ്ങളുടെ കാർ വേറെ ആരെങ്കിലും ഓടിക്കാറുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അപ്പോഴാണ് അങ്ങേര് പറയാ എന്റെ അയൽവാസി എന്റെ കാർ എടുത്ത് കൊണ്ട് പോകാറുണ്ടായിരുന്നു, അവനായിരിക്കും ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേ. എന്നാൽ അങ്ങേരുടെ വീട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ തൊട്ടു പിന്നിലേക്ക് കാണിക്കും. ഓക്കെ, ഞാൻ അന്ന് അങ്ങോട്ട് ചെന്നോളാന്ന് പറഞ്ഞ് ഹീറോ ആ വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ തന്നെ വലിയ വിജൃംഭിച്ചൊരു വീട്. അതിന്റെ വാതിലിന്റെ മുന്നിൽ വന്ന് ഹീറോ മുട്ടില്ല. ഒരു കൊലയാളിയുടെ വീട്ടിലേക്ക് ചെന്ന് വാതിൽ മുട്ടിക്കയറുന്ന അത്രക്കങ്ങ് ശരിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീടിന്റെ പിന്നിലേക്ക് ചെല്ലുന്ന നേരം പിന്നിലെ വാതിൽ മെല്ലെ കുത്തി തുറന്ന് ഹീറോ അകത്തേക്ക് ചെല്ലും. എന്നാൽ അവിടെ എവിടെയും
ആരെയും കാണുന്നില്ല. എന്നാൽ അവരുടെ നാട്ടിലൊക്കെ എല്ലാ വീടിനും ബേസ്മെന്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ബേസ്മെന്റ് കണ്ടുപിടിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലും. എന്നാൽ അവിടെയുണ്ട് അറ്റ്ലാറ്റിൻ എന്ന് പറഞ്ഞ ആ അമ്പും വില്ലുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അവിടെയുള്ള ബോർഡിൽ ഇതുവരെ കൊല്ലപ്പെട്ടതും കാണാതായതുമായിട്ടുള്ള കുട്ടികളുടെ എല്ലാം ഫോട്ടോകൾ കുത്തി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഹീറോയുടെ മകളുടെ ഫോട്ടോയും കാണാം. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾ ഉറപ്പിച്ചു മകൾ ഇനി ജീവനോടെ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. എന്നാൽ തൊട്ടടുത്തായി എന്തോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിന്റെ ലൈറ്റ് ഇട്ട് നോക്കുന്നേരം അവിടെ ആരെയോ മൂടി വെച്ചിട്ടുണ്ട്. അത് തുറന്നു നോക്കുമ്പോഴാണ് കാണുക ഒരു പെൺകുട്ടിയുടെ കഴുത്തിലൊരു മുറിവുണ്ടാക്കി ആ മുറിവിന്റെ രണ്ട് സൈഡിലെയും സ്കിന്നിൽ നൂല് കെട്ടിയിട്ട് അത് വലിച്ചു തുറന്നു വെച്ചിരിക്കുക. എന്നാൽ ആ കുട്ടി മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, ശ്വാസം എടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഹീറോക്ക് എന്താന്ന് മനസ്സിലാവില്ല. ആകെ കൂടി ഒരു മന്ത്രവാദമാണ് മനസ്സിലേക്ക് എത്തുക. എന്നാൽ തൊട്ട് പിന്നീന്ന് ഒരു സിറിഞ്ച് വന്ന് ഹീറോയുടെ കഴുത്തിൽ കുത്തും. അത് കുത്തുന്നതോടുകൂടെ ഹീറോ ബോധം പോയിട്ട് താഴേക്ക് വീഴും. കണ്ണടയാൻ നേരം ആ ഡോക്ടറെയാണ് കാണുന്നത്. ഏത് ഡോക്ടർ? ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇല്ലേ, ഹീറോയുടെ മുറിവിന് തുന്നി ഹീറോയെ രക്ഷിച്ച ഡോക്ടർ, അങ്ങേരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതേ സമയം പോലീസുകാരി ആലീസ് ഇല്ലേ, അവള് മോളിയുടെ കഴുത്തിലും കൊല്ലപ്പെട്ട കുട്ടിയുടെ കഴുത്തിൽ കണ്ടതുപോലെയുള്ള പാട് കണ്ടതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട കുട്ടിയുടെ ഓട്ടോക്സി റിപ്പോർട്ട് കിട്ടാനായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അങ്ങനെ അവിടുത്തെ ഡോക്ടർ ഓട്ടോക്സി റിപ്പോർട്ട് കയ്യിലേക്ക് കൊടുക്കുന്നേരം അവൾ അതിൽ നോക്കുന്നേരം അതിൽ ഫയൽസ് ഒന്നുമില്ല. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫയൽസ് ഒന്നും കാണുന്നില്ല. അന്നേരം അവൾ നിൽക്കുന്നതാണെങ്കിൽ ആ ഡോക്ടറുടെ റൂമിലാണ്. കൂടെയുള്ള നഴ്സിനോട് ഇതിൽ ഫയൽസ് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നേരം അവർ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ തിരയും. എന്നാൽ അപ്പോഴാണ് ആ ഡോക്ടറും ഡോക്ടറുടെ മകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അവിടെ കാണുക. ഡോക്ടർക്ക് ഇതുപോലെ ഒരു മകളുള്ള കാര്യം അവൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. കൂടെയുള്ള നഴ്സിനോട് അതിനെക്കുറിച്ച് ചോദിക്കും. അവർ പറഞ്ഞു കൊടുക്കും ഡോക്ടർക്ക് ഒരു മകളുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു കള്ളുകുടിയന്റെ കാറിന്റെ ഇടി കൊണ്ട് അവൾ കാട്ടിലേക്ക് തെറിച്ചു വീണു. അവിടെ നിന്ന് ചോര വാർന്ന് ആരും കാണാതെയാണ് അവൾ മരിച്ചത്. ഇത് കേൾക്കുന്നവള് ആ മകളുടെ കഴുത്തിലേക്ക് നോക്കുന്നേരം കഴുത്തിലൊരു ലോക്കറ്റ് കാണുന്നുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് MB എന്നാണ്. അത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലായി ഇതിന്റെ എല്ലാം പിന്നീ കളിക്കുന്ന ഡോക്ടറാണെന്ന്. അവൾ പെട്ടെന്ന് തന്നെ കൂടെയുള്ള പോലീസുകാരെയായിട്ട് ഡോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലും. വാതിലും കുത്തി തുറന്ന് അകത്തേക്ക് ചെല്ലുന്നേരം അവിടെ ആരെയും കാണുന്നില്ല. അന്നേരാണെങ്കിൽ ഡോക്ടർ ഹീറോയുടെ കാറിൽ തന്നെ വലിച്ചിട്ട് ഹീറോയെയും കൊണ്ട് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണെന്ന് അറിയില്ല. നമ്മുടെ ആക്കാണെങ്കിൽ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങേര് നേരെ ചെല്ലുന്നത് ആ കാട്ടിലേക്കാണ്. അവിടെ എത്തുന്നേരം ഡിക്കിയിൽ നിന്നും ഹീറോയെ വലിച്ചു പുറത്തേക്കിട്ട് ഒരു ചവിട്ടും കൊടുത്ത് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. അരബോധത്തിൽ ഹീറോ ഇരിക്കുന്നോണ്ട് തന്നെ അങ്ങേരെ ഇടിക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കില്ല. ഇനി എഴുന്നേറ്റ് ഓടുന്നത് തന്നെയാണ് നല്ലതെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ അങ്ങേരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധം ഉണ്ടെങ്കിലോ എന്നാൽ വിചാരിച്ചെല്ലാം ശരിയാണ്. അങ്ങേരുടെ കയ്യിൽ ആ അമ്പും വില്ലുണ്ട്, അറ്റ്ലാറ്റിൻ അതുണ്ട്. കൂടെ തന്നെ ആ പുല്ല് വേഷവും ധരിച്ച് അങ്ങേര് ഹീറോയുടെ തൊട്ടു പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. ഇനി അമ്പ് ഇതാണ് ഹീറോയെ കൊല്ലാൻ പോകുന്നത്. എന്നാൽ ഹീറോയെ അങ്ങേര് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം ആലീസിന് അറിയില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ ഹീറോയുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ മകളെ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് വാതിൽ മുട്ടുന്നേരം ആരും വാതിൽ ഉറക്കുന്നില്ല. മെല്ലെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഹീറോയുടെ നായ സ്ക്രീനിലേക്ക് നോക്കി മോണിറ്ററിലേക്ക് നോക്കി കൊര അവൾ ചെന്ന് നോക്കുമ്പോഴാണ് കാണുക ഹീറോ മരണ വെപ്രാളത്തിൽ കാട്ടിക്കൂടെ ഓടിപ്പോകുന്നത്. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആ പുല്ലനും ഹമ്പും ചെയ്ത് പോകുന്നത് കാണും. അവൾക്ക് മനസ്സിലായി നമ്മുടെ ആളിപ്പോൾ പ്രശ്നത്തിൽ പെട്ട് കിടക്കാണ്. പെട്ടെന്ന് തന്നെ അവൾ കാറും എടുത്ത് ലൊക്കേഷനിലേക്ക് വെച്ച് പിടിക്കും. ഹീറോ ആണെങ്കിൽ ഹമ്പി നിന്നെല്ലാം എങ്ങനെയോ രക്ഷപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. മരത്തിന്റെ ഇടയിലെല്ലാം ഒളിച്ചു നിൽക്കാനും പറ്റില്ല, പറയാൻ പറ്റില്ല. ആ പുല്ലൻ അതിലൂടെ ഇതിലൂടെയും വന്നാണ് അമ്പ ചെയ്യുന്നത്. എന്നാൽ അപ്പോഴാണ് അവിടെ വെച്ചിരുന്ന ഒരു ക്യാമറ ഹീറോ കാണുന്നത്. എന്നാൽ ഈ ക്യാമറയുടെ തൊട്ട് താഴെ എവിടെയായിട്ട് ഹീറോ പണ്ട് മൃഗങ്ങളെ പിടിക്കാനായി ഒരു കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ബങ്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ തെരഞ്ഞു നോക്കും. എന്നാൽ ഈ സമയമായപ്പോഴേക്ക് ആലീസ് ലൊക്കേഷനിലെത്തി ഹീറോയെ കണ്ടുപിടിക്കാനായി കാട്ടിക്കൂടെ ഓടുകയാണ്. ഉറക്കെ വിളിക്കുന്നുണ്ട് റൈബാൻ നിങ്ങൾ എവിടെയെന്ന് വിളിച്ചു ഒതുക്കുന്നുണ്ട്. ഇവിടെ ഹീറോ തെരഞ്ഞ് ആ ബങ്കർ കണ്ടുപിടിച്ചു. അതിന്റെ ഒരു ഡോറ് കയറ് വലിച്ചു തുറക്കുന്നേരാണ് അടുത്ത അമ്പ് ഇരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ പിന്നിൽ ഓടിച്ചെന്ന് ഒളിച്ചു നിൽക്കും. പോക്കറ്റിലെ കൈയിട്ട് നോക്കുന്നേരം പോക്കറ്റിൽ ഒരു ഫ്ലെയർ കിടപ്പുണ്ട്. അതും കത്തിച്ച് ദൂരേക്ക് ഒരു ഒറ്റ ഏറാണ്. അതിന്റെ വെളിച്ചം അവിടെ പടർന്ന് തെളിയുന്നേരം ആ പ്രാന്തന്റെ ശ്രദ്ധ ഒന്ന് തെറ്റും. ആ ഗ്യാപ്പിൽ ഹീറോ ഓടിച്ചെന്ന് അവനെ പിടിച്ച് താഴെയിട്ട് അവന്റെ മോന്തക്കിട്ട് ഇടിയോടിടിയാ. ആ ഇടിയിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവന്റെ മുഖം പൊളിഞ്ഞ് മുഖത്തിന്ന് ചോര ഒലിച്ചു വരാൻ തുടങ്ങും. അന്നേരം ഹീറോ അവനോട് ചോദിക്കും നീ എന്തിനാണ് ഇതെല്ലാം ചെയ്തേ? അതിനവൻ പറയും ഞാനൊരു നല്ല അച്ഛനാണ്, നീയാണെങ്കിൽ വളരെ മോശമായൊരു അച്ഛനും. ഏത് നേരവും കള്ളും കുടിച്ച് നടക്കുന്ന നിന്റെ മകൾ നിന്നെപ്പോലെ തന്നെ ആയിരിക്കും അവസാനമായി മാറുക. ആർക്കും ഒന്നിനും കൊള്ളാത്തവളായി മാറും. അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെ ചെയ്തേ. ആരും ഒരിക്കലും മിസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകളെയാണ് ഞാൻ കൊണ്ടുപോയത്. അത് കേൾക്കുന്ന ഹീറോക്ക് അത് തീരെ ഇഷ്ടാവില്ല. കാരണം മകളെ കാണാതായി അന്ന് മുതൽ ഇന്ന് വരെ ഹീറോക്ക് ഇതുവരെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല. വീണ്ടും അവന്റെ മുഖത്ത് ഇടിയോടിടിയാണ്. അവസാനം അവനെയും കൊണ്ട് ആ ബങ്കറിന്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന നേരം പെട്ടെന്നാണ് തൊട്ടു പിന്നീന്നൊരു ഗൺ ഷോട്ട്. നോക്കുന്നേരം ആലീസ് ആണ് വന്ന് നിൽക്കുന്നത്. അവൾ ഗണ്ണുമായിട്ട് നിൽക്കാണ്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അവൻ എനിക്ക് വിട്ടുതരണം. എന്നാൽ ഹീറോ അത് മെയിൻ ചെയ്യില്ല. അവനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. അവൾ വീണ്ടും പറയും റൈബാൻ ഞാൻ പറയുന്നത് കേൾക്ക്, അവനെ നീ എനിക്കിതാ, ഞാൻ അവനെ കൊണ്ടുപോകാം, മരിക്കുന്നവരെ അവനെ ഞാൻ ജയിലിലിട്ട് നരകിപ്പിക്കും. എന്നാൽ ഹീറോ പറയും അവൻ എന്റെ മകളോട് ചെയ്തതിന് അവൻ മരിക്കുക തന്നെ വേണം. പിന്നെ നീയാണോ എനിക്ക് തെറ്റും ശരിയും പഠിപ്പിച്ചു തരുന്നത്? അങ്ങനെ മെയിൻ ചെയ്യാതെ ആ ബോഡി എടുത്ത് പൊക്കിയിട്ട് ഹീറോ ആ ബങ്കറിലേക്ക് ഇടാൻ പോവാണ്. ആ ബങ്കറിന്റെ താഴെയായി ഇഷ്ടം പോലെ കൂർത്ത മുനയുള്ള കമ്പുകളുണ്ട്. അങ്ങനെ അവനെ എടുത്തു പൊക്കി അതിലേക്ക് ഇടാൻ നേരം അവന്റെ ചെവിയിൽ പറയും ഞാൻ വർഷങ്ങൾക്ക് മുന്നേ മൃഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച
വെച്ചതാണ് ഈ കെണി. എന്നാൽ അതെനിക്ക് ഇഷ്ടമല്ലാന്ന് മനസ്സിലായി അന്ന് ഞാൻ നിർത്തി. എന്നാൽ ഇപ്പം നിനക്ക് വേണ്ടി ഞാനത് തിരുത്തുകയാണ്. എന്നിട്ട് അവൻ്റെ ബോഡി അതിലേക്ക് ഒരൊറ്റ ഇടലാണ്. താഴേക്ക് വീഴുന്ന അവൻ്റെ നടുപ്പുറത്ത് കൂടെ കമ്പ് കയറി അവൻ്റെ നടുവയറ്റി കൂടെ പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ അവൻ മരിക്കാനായി പോകുന്ന നേരം ഹീറോയോട് ചോദിക്കും, നീ എന്നെ മൃഗങ്ങളെ കൊല്ലുന്ന പോലെയാണോ കൊല്ലാനായി പോകുന്നത്? അതിന് ഹീറോ പറയും, മൃഗങ്ങളെ ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുത്താറില്ല, പക്ഷെ നിന്നെ ഞാൻ നരകിപ്പിച്ചാണ് കൊല്ലാൻ പോകുന്നത്. എന്നിട്ട് ആ ബങ്കർ അടിച്ചു കളയും. അങ്ങനെ എല്ലാം അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഹീറോ നേരെ കവലയിലേക്കാണ് ചെല്ലുക. അവിടെ മകളുടെ മിസ്സിംഗ് പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരുന്നല്ലോ, അത് ഇളക്കിയിട്ട് മെല്ലെ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മകളുടെ അന്ത്യകർമ്മമാണ്. അവിടെ പൂ വെക്കാനായി വരുന്നത് നമ്മുടെ മോളിയാണ്. മോളി മരിച്ചിട്ടില്ല, അവൾ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇത്രയും കാലം ഹീറോക്ക് മകൾ തിരിച്ചു വരൂ എന്നതിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതെല്ലാം അവസാനിച്ചു. ആലീസ് ആണെങ്കിൽ ഹനിയൻ സാം മൂൺ ബ്ലഡിനെ കെട്ടിവെച്ചിരുന്ന ആ ഫാമിലായിരുന്നു, അതും തകർത്ത് കളയും. ആളെ കൊണ്ടുവന്ന് JCB വെച്ച് അത് തകർത്ത് കളയും. അങ്ങനെ അവൾ കാറിലേക്ക് വന്ന് കയറുന്ന നേരം കാറിലുണ്ടായിരുന്ന റേഡിയോയിൽ പറയാണ്, ആ സൈക്കോ കൊലയാളി ഡോക്ടറെ ഇതുവരെ കണ്ടുപിടിക്കാനായി പറ്റിയിട്ടില്ല. അങ്ങേര് ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണം. അന്നേരം കൂടിയുള്ള പോലീസുകാരൻ പറയും, ആ പ്രാന്തനെ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. അന്നേരം ആലീസ് പറയും, അതെ അതെ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. ആ ഡോക്ടർ ആ ബങ്കറിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള കാര്യം ഹീറോയും ആലീസും ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അവർ പുറത്ത് പറയുമെന്ന് ഇനി അറിയില്ല. ഇതേ സമയം ഹീറോ മകളെ കാണാതായെന്ന് വാങ്ങിച്ചിരുന്ന ആ മദ്യവും പിടിച്ച് വീടിന്റെ തൊട്ടു പിന്നിൽ വന്നിരിക്കുക. ഇത്രയും കാലം ജീവിക്കാനായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊന്നുമില്ല. ആ കയ്യിലുണ്ടായിരുന്ന മദ്യം കാണുന്ന നേരം മകളെ മിസ്സായ ആ ദിവസമാണ് മനസ്സിലേക്ക് എത്തുക. അങ്ങനെ ആ മദ്യവുമായി നദിക്കരയിലേക്ക് നടന്നു ചെല്ലുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് ദ സൈലൻസിങ് എന്ന സിനിമ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ വലിയ ചാൻസ് ഒന്നുമില്ല, ഇഷ്ടപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു സിനിമയാണല്ലോ ഇത്. പിന്നെ സിനിമയിലെ കൊലയാളി ആരാന്ന് ആദ്യമേ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? നമ്മൾ ആദ്യം ചോദിച്ചിരുന്നല്ലോ, അത് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പിന്നെ നമ്മൾ ഒരാളെ തന്നെ സംശയിക്കാതിരിക്കാൻ അവർ പല ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാന്ന് കണ്ടുപിടിക്കാൻ ചെറുതായിട്ടൊന്ന് പാടുവിടും. പിന്നെ സിനിമയിൽ പ്രധാനപ്പെട്ട കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് കൊലയാളിന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. പിന്നെ നിങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാലല്ലേ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ അടുത്തൊരു നല്ല സിനിമയായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.